ഇന്ത്യൻ പാർലമെന്റ് സെഷനിൽ ഇരിക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ ഇത് എഴുതുന്നത്. പ്രധാനമന്ത്രി മോദി നന്ദി പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പാർലമെന്റിന്റെ വെളിയിലാണ് പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ജനങ്ങളുടെ ഓരോ ജനത്തിന്റെയും പ്രതിനിധിയായിട്ടാണല്ലോ പാർലമെന്റ് അംഗങ്ങൾ രണ്ട് സഭകളിലും ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു മിനിയേച്ചറാണ്, റെപ്രസെന്റേഷനാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് നോക്കുകുത്തിയാവുകയും പ്രധാനമന്ത്രിയും സർക്കാരും പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണോ നമ്മൾ കാണുന്നത്? യെസ്, പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തേണ്ടുന്ന പ്രസ്താവന പാർലമെന്റിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിദേശ ചർച്ചകൾ അഗ്രിമെന്റുകളിൽ ഭാഗവാക്കാവേണ്ടത് അതൊന്നും ഇവിടെ ഉണ്ടായില്ല. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഹി ഹാസ് റിപ്പോർട്ടഡ് മീ. അദ്ദേഹം എന്നോട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ആരാണ് മോദി, ആരാണ് ട്രംപ്? മോദി എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മുകളിലല്ല ട്രംപ്. ട്രംപിന് റിപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കീഴുദ്യോഗസ്ഥനല്ല മോദി എന്ന് ഓർമ്മിക്കാൻ മോദിക്ക് കഴിയണം. മോദിയെ നിശ്ചയിച്ചിട്ടുള്ള നേതാവാക്കിയിട്ടുള്ള BJP എന്ന പാർട്ടിക്ക് കഴിയണം. ഇവിടെ മോദി ട്രംപിൻ്റെ കീഴുദ്യോഗസ്ഥൻ എന്നപോലെ പെരുമാറുന്നു. ട്രംപ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കുന്നു. ട്രംപിന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്നു. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ പുതിയ മുഖം അമേരിക്കൻ കൊളോണിയലിസം എന്ന നിലയിൽ ഇന്ത്യയിൽ അടിത്തറയൊരുക്കുന്നതിന് വേണ്ടിയുള്ള അടിവേരുകളാണ് മോദി ഇവിടെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്താണ് പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസ്താവന? പീയൂഷ് ഗോയൽ പറഞ്ഞതും ഇപ്പോൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും തമ്മിൽ എത്രയാണ് വൈരുദ്ധ്യം? വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സോയാബീൻ കർഷകരുടെ, കിവി കർഷകരുടെ, അല്ലെങ്കിൽ ക്ഷീര കർഷകരുടെ, ഇവരെല്ലാം അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ അത് വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുന്നതാണ് ഈ കരാർ എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള പത്മകുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒപ്പിട്ടുള്ള കരാർ. ആ കരാറിൽ ഇന്ത്യക്കുണ്ടായിട്ടുള്ള നഷ്ടം ഭീകരമാണ്. ആ ഭീകരമായ നഷ്ടം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ നിലവിൽ കാർ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഇടിച്ചൽ, അവരുടെ ഉൽപ്പാദന മേഖലയിലുണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി, മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ രൂപപ്പെട്ടിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധി ഇന്ത്യക്കാരൻ്റെ ചുമലിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ പോയിട്ട് കരാർ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഓരോ വിദേശ കരാറുകളും ഇന്ത്യൻ താല്പര്യം ഹനിക്കുകയാണ്. നേരത്തെ ഇറാനുമായി നമ്മൾ ഉണ്ടാക്കാൻ ആലോചിച്ചിട്ടുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈൻ കരാറിൽ നിന്ന് ഇന്ത്യയെ പിൻവാങ്ങിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നാം ഓർമ്മിക്കേണ്ടതാണ്. ക്രയോജനിക് സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അന്ന് ഇന്ത്യൻ ജനത നടത്തിയിട്ടുള്ള സമരമുണ്ട്, അമേരിക്കക്കെതിരായി വിളിച്ചിട്ടുള്ള മുദ്രാവാക്യമുണ്ട്. ഓർമ്മിക്കണം, അന്ന് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വളർച്ചയ്ക്ക് മുമ്പിൽ ഏറ്റവും വലിയ വിലങ്ങ് തടിയായി നിന്നിട്ടുള്ള രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്നുള്ളത്. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വിലങ്ങ് തടിയായി നിന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള, ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള, അതിനപ്പുറത്ത് ഇന്ത്യക്കെതിരായി ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കൊടുത്തിട്ട് ഇന്ത്യയെ തന്നെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക. ആ അമേരിക്കക്ക് ഇന്ത്യയെ പണയം വെക്കുന്ന ഒരു കാഴ്ചയാണ് കരാറുകളിലൂടെ നാം കണ്ടിട്ടുള്ളത്. $500 മില്യൺ ഉൽപ്പന്നങ്ങൾ 5 വർഷം കൊണ്ട് വാങ്ങണം എന്ന് ട്രംപ് കൽപ്പിച്ചപ്പോൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് വാങ്ങണ്ട, അങ്ങനെ ഇങ്ങോട്ടേ വാങ്ങണ്ടു. ഓക്കുക, ഇവിടെ എവിടെയാണ് ഒരു സമത്വം ഉള്ളത്? ഒരു കരാറിൽ ഉണ്ടാക്കേണ്ടുന്ന സമത്വം ഇല്ലേ? ഒരു ഭാഗത്തേക്ക് സാധനം വാങ്ങുക, മറുഭാഗത്തേക്ക് വാങ്ങണമെന്ന് പറയുന്നില്ല. ഒരു ഭാഗത്ത് തീരുവ ഏർപ്പെടുത്തുന്നു, മറുഭാഗത്ത് തീരുവയില്ല. ഇതെങ്ങനെയാണ് സമതുലിതമായിട്ടുള്ള ഒരു സമന്മാർ തമ്മിലുള്ള കരാറാകുക? ഇത് സമന്മാർ തമ്മിലുള്ള കരാറല്ല, ഇത് ഒരു അടിമ രാജ്യം എന്നുള്ളത് പോലെ ഇന്ത്യയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കരാറാണ്. ഇതിനെതിരായി സംസാരിക്കാൻ രാജ്യസ്നേഹികൾ തയ്യാറാവുക എന്നുള്ളതാണ്. BJPയിൽ രാജ്യസ്നേഹികൾ ഉണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിലും BJPയിൽ എത്തിപ്പോയ രാജ്യസ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരായി സംസാരിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. ഇന്ത്യയുടെ സ്വാശ്രയത്വം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും എല്ലാം ആവശ്യമാണ്.